കോഴിക്കോട് വെറ്റിനറി കോളേജിൽ ആത്മഹത്യ ചെയ്ത സിദ്ധാർത്ഥൻ മരിച്ച സിദ്ധാർത്ഥൻ ഇന്നും നമ്മുടെ ഇടയിൽ ഒരു നൊമ്പരമാണ്. സിദ്ധാർത്ഥന്റെ പിതാവും മാതാപിതാക്കൾ അവർ നീതിക്കായുള്ള പോരാട്ടം തുടങ്ങിയിട്ട് കുറച്ചു നാളുകളായി. മുഖ്യമന്ത്രി CBI അന്വേഷണം അവർക്ക് ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ഈ ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലല്ല ക്ലിഫ് ഹൌസിന് മുന്നിൽ നിരാഹാരം തുടങ്ങും എന്നാണ് സിദ്ധാർത്ഥൻ പ്രതികരിച്ചത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഗവർണറെ കണ്ടിരുന്നു. ഗവർണർ കൂടെ നിൽക്കുമെന്ന് ഉറപ്പ് നൽകുമെന്ന് പറഞ്ഞു. സിദ്ധാർത്ഥന്റെ പിതാവ് അദ്ദേഹം ന്യൂസ് 18നോട് പ്രതികരിച്ചു. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ക്രൂരമർദ്ദനത്തിനിരയായി മരണപ്പെട്ട സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് നമ്മോടൊപ്പം ചേരുന്നു. കഴിഞ്ഞ ദിവസം VCയുടെ ഭാഗത്തു നിന്ന് അസാധാരണമായ ഒരു നടപടിയാണ് ഉണ്ടായത്. ഗവർണർ ആ നടപടി മരവിപ്പിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഇത്തരമൊരു നടപടി ഉണ്ടായതെന്നാണ് പിതാവ് കരുതുന്നത്? അല്ല, ഇപ്പം പറഞ്ഞില്ലേ അസാധാരണമായിട്ടുള്ള നടപടിയെന്ന്. ശരിക്കും പറഞ്ഞാൽ അത് അസാധാരണമല്ല. ഞാനിത് പ്രതീക്ഷിച്ചിരിക്കുക. ഈ VC അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് ഒക്കെ അതേ ചെയ്യുള്ളൂ. കാരണം എങ്ങനെയെങ്കിലും ഇതിന്റെ തെളിവ് നശിപ്പിക്കണം. ഇത് നശിപ്പിച്ചത് ഈ കേസും തീർത്തു വിടണം. അതുകൊണ്ട് അവരിതേ ചെയ്യുള്ളൂ എന്ന് എനിക്ക് നല്ലവണ്ണം അറിയാമല്ലോ. മുഖ്യമന്ത്രി തന്നെയാണല്ലോ CBIക്ക് നിങ്ങളുടെ ഒരു അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് കേസിന്റെ അന്വേഷണം CBIക്ക് വിടാമെന്ന് ഉറപ്പ് നൽകിയത്. അപ്പോൾ പിന്നീട് അദ്ദേഹത്തിന് മനംമാറ്റം വന്നു എന്ന് കരുതുന്നുണ്ടോ? അല്ല, മനംമാറ്റം വന്നോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്. അന്ന് ഈ ഉറപ്പ് തന്നതെന്ന് പറഞ്ഞാൽ CBI അന്വേഷിക്കാമെന്ന് പറഞ്ഞത് പറഞ്ഞാൽ എല്ലാവരും എന്താ പൊടിയിടാനുള്ളത്, അതായത് കണ്ണ് മൂടിക്കെട്ടണം, വാ മൂടിക്കെട്ടണം, എല്ലാവരും അടങ്ങിയിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് മുഖ്യമന്ത്രി. ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഭയങ്കര രീതിയിലുള്ള ഒരു പ്രക്ഷോഭം നടക്കുന്നു. എല്ലാ ഭാഗത്തും നല്ല പ്രഷർ കഴിയുന്നു. അപ്പോൾ കുടുംബത്തിൻ്റെയും കൂടെ വാ മൂടിക്കെട്ടേണ്ട അത്യാവശ്യം അന്ന് കേരള സർക്കാരിനുണ്ട്. മുഖ്യമന്ത്രിക്കുണ്ടോ എന്ന് ഞാൻ പറയില്ല. കേരള സർക്കാരിനെ ചെയ്തേ പറ്റുള്ളൂ. കേരള സർക്കാരിന് തരം വലിയ മുഖ്യമന്ത്രി. അപ്പോൾ കേരള സർക്കാർ ചെയ്തതെന്ന് പറഞ്ഞാൽ എല്ലാവരും വാ മൂടിയും കെട്ടി. അല്ല, അങ്ങനെയാണെങ്കിൽ ഇനി ഇതിൽ CBIക്ക് അന്വേഷണം കൈമാറുന്ന ഔദ്യോഗിക നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി ഉറപ്പാണോ? നിങ്ങൾക്ക് അത്തരം എന്തെങ്കിലും അറിയിപ്പിലും? ഇല്ല, ഉണ്ടായിട്ടില്ല. എനിക്ക് എൻ്റെ അറിവിൽ ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല. ഒരറിവും എനിക്കില്ല. അതായത് അന്വേഷണം CBIക്ക് കൈമാറുമെന്ന് പറഞ്ഞതല്ലാതെ മറ്റു നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത്. അതെ, എൻ്റെ അറിവിൽ അങ്ങനെയാണ്. ഇതിലേക്കും ഒഫീഷ്യലായിട്ടുള്ള ഒരു ഇത് കൊടുക്കണം അവർക്ക്. നമുക്കും അറിയാമല്ലോ, ഒഫീഷ്യലായിട്ട് അവർക്ക് കൊടുക്കേണ്ടത് ഡൽഹിയിലാണ്, അവർ ആഭ്യന്തര മന്ത്രാലയത്തിലാണ്. ഇവിടുന്ന് ലെറ്റർ കൊടുക്കേണ്ടത്. അവർ ഓരോ ന്യായങ്ങൾ പറഞ്ഞ് എന്ത് പറഞ്ഞാൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അത് എൻ്റെ കുടുംബത്തിന് കിട്ടിയ വിവരമാണ്. നമ്മൾ അന്വേഷിച്ചിട്ട് അല്ല, വേറെ ആരും പറഞ്ഞു കേട്ടുള്ള വിവരമല്ല. നമ്മൾ അവിടെ സെക്രട്ടേറിയറ്റ് ചേർന്ന് അന്വേഷിച്ചു കഴിഞ്ഞ ശനിയാഴ്ച, ഈ പറഞ്ഞ ശനിയാഴ്ച, പോയ ശനിയാഴ്ച. അപ്പോൾ അവർ ഈ ന്യായങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് മനസ്സിലായി, അവർ മാക്സിമം ഇതിനെ വെച്ച് ലേറ്റാക്കിക്കൊണ്ടിരിക്കുന്നു. അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കാം ഈ ലേറ്റ് ആക്കുന്നത്? ലേറ്റാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും കൂടുതൽ ഉപയോഗം ആർക്കാണ്? കാര്യം പറഞ്ഞാൽ ഏറ്റവും ഉപയോഗമുള്ള സർക്കാരിന് തന്നെയാണ്. ഒന്നാമത്തെ കാര്യം ഇലക്ഷൻ കഴിയുന്നവരെ ഇതൊരു പ്രശ്നം ഉണ്ടാക്കരുത്. രണ്ടാമത്തെ കാര്യം ഇതിനിപ്പോൾ തെളിവ് നശിപ്പിക്കണം. എത്ര ദിവസത്തോളം ലേറ്റാവോ അത്രത്തോളം അവർക്ക് തെളിവ് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് ടൈം കിട്ടും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഈ സസ്പെൻഷൻ ചെയ്തവരെ തിരിച്ചെടുത്തത്. ആരാണ് ഇതിന് പിന്നിൽ? ഈ തെളിവ് ഇതാരാണ് ഇതിന് നേതൃത്വം നൽകുന്നതാണ്? തിരുവനന്തപുരത്തുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥരാണോ അതോ വയനാട്ടിൽ നിന്നുള്ള പൂക്കോട് നിന്നുള്ളവരോ? ഇല്ല, ഉദ്യോഗസ്ഥരാരാണെന്ന് നമുക്കറിയില്ല. ആരാണ് ഏത് ഉദ്യോഗസ്ഥരാണെന്ന് അറിയില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇവരുടെ ഭരണപക്ഷം തന്നെയാണ്, വേറെ ആരുമല്ല. അത് ഉറപ്പാണല്ലോ. കാര്യം ഒന്ന് ചെയ്തേക്കുന്നത് അവർ SFIയുടെ ഏറ്റവും വലിയ ക്രിമിനലുകളായ അവരുടെ നേതാക്കളാണ് ചെയ്തേക്കുന്നത്. ആ തീവ്രവാദ ഗ്രൂപ്പുകളായ SFIയുടെ നേതാക്കന്മാർ ചെയ്യുമ്പോൾ അവരെ അന്വേഷിച്ചെടുക്കേണ്ടത്, രക്ഷിച്ചെടുക്കേണ്ടത് ഇവർ തന്നെ ചുമതലയാണ്. അങ്ങനെയാണ് ഈ തുടർ നടപടി നിങ്ങൾ എന്ത് തരത്തിലുള്ള നടപടികളായിരിക്കും ഉണ്ടാകുക? തുടർ നടപടികൾ ഞാൻ പറഞ്ഞല്ലോ. ഇനിയിപ്പം ഇതിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഗവർണറെ കാണും. ഇനിയിപ്പോൾ തോന്നുന്നില്ല ഗവർണറെ കാണേണ്ട ആവശ്യം തന്നെ ഉണ്ടെന്ന്. കാര്യം എന്ന് പറഞ്ഞാൽ ഗവർണർ ഇതിന് ആക്ഷൻ എടുത്തു കഴിഞ്ഞു. ഈ 31 പേര് സസ്പെൻഷൻ എന്തുകൊണ്ട് പിൻവലിച്ചു അത് അറിയാൻ വേണ്ടി ആ ഗവർണർക്ക് അപേക്ഷ കൊടുക്കാൻ തീരുമാനിച്ചത്. പിന്നെ ഈ കുട്ടികൾ, ആ പെൺകുട്ടി, ഇത് ഒളിച്ചിരിക്കുന്ന പെൺകുട്ടികൾ, ഒളിച്ചിരിക്കുന്നതല്ല, അവർ മാറ്റി നിർത്തിക്കുന്ന പെൺകുട്ടികൾ. ബിൻസി എന്ന പെൺകുട്ടിയുണ്ട്. പിന്നെ എൻ്റെ മകനെ ക്രൂരമായി ഉപദ്രവിച്ചപ്പോഴും കൂട്ടുനിന്ന 2 പെൺകുട്ടികൾ. മൊത്തം 3 പെൺകുട്ടികൾ ഇതിലുള്ള ആൻറ്റി റാഗിങ്ങിൽ വ്യക്തമായിട്ടുള്ള പേരുള്ളതാണ്. ഇവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? അതുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ അവരെ കസ്റ്റഡിയിലെടുക്കുന്നില്ല. അപ്പോൾ ആണിനും പെണ്ണിനും തുല്യമായിട്ടുള്ള നീതിയാണെങ്കിൽ അനീതിയാണെങ്കിലും കേസിൽ ഒരുപോലെ വരും. ഈ പെൺകുട്ടികളെ എന്തുകൊണ്ട് മാറ്റി നിർത്തുന്നു? അല്ല, ആരാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? അക്ഷയെ ആരാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? അവസാനം വരെ കൂടാതെ നിന്നിട്ട് എൻ്റെ മകനെ ചതിച്ച അക്ഷയെ ഇടുക്കിയിലുള്ള ഒരു വലിയ നേതാവ് പ്രൊട്ടക്ട് ചെയ്യുന്നു. എന്തിന് പ്രൊട്ടക്ട് ചെയ്യുന്നു? അയാൾക്ക് അതുകൊണ്ടുള്ള നേട്ടം എന്താ? ഇതൊക്കെ എനിക്കറിയണം. അതുകൊണ്ട് ഞാനത് ഒരു സമരം, ആദ്യമായിട്ട് ഞാൻ തിരിച്ചു തുടങ്ങി പോവാണ്. സമരമായിട്ട് തന്നെ മുമ്പോട്ട് പോവുകയാണ്. ചിലപ്പോൾ അത് സെക്രട്ടേറിയറ്റ് നടയൊന്നും ആയിരിക്കില്ല, അത് മുഖ്യമന്ത്രിയെ വീട്ടിൽ തന്നെ ആയിരിക്കും. എനിക്ക് ഉറപ്പ് തന്ന അദ്ദേഹമാണ്. എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് എനിക്ക് യാതൊരു വിരോധമില്ല. അദ്ദേഹം ഭരിക്കുന്നു, അദ്ദേഹം ഭരിച്ചോട്ടെ, എനിക്ക് കുഴപ്പമില്ല. ഞാൻ എൻ്റെ മകന് വേണ്ടിയിട്ട് നീതിക്ക് വേണ്ടി പോകുന്നു. അത് ഞാൻ അവിടെ തന്നെ പോകും. എനിക്ക് ഉറപ്പ് തന്ന മന്ത്രി അതെല്ലാം. എന്തായാലും താങ്കളുടെ ഇടപെടൽ ഫലം കാണട്ടെ. എന്തായാലും വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ഈ കുടുംബം. CBIക്ക് കേസ് കൈമാറിയാൽ കൃത്യമായ
കണ്ടെത്താൻ കഴിയും, അതിലൂടെ ഈ പ്രതികളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു കുടുംബം. പക്ഷേ അന്വേഷണത്തിൽ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. CBIക്ക് കേസ് കൈമാറുന്ന കാര്യത്തിൽ ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ ഇതുവരെയും പൂർത്തിയാക്കിയിട്ടില്ല എന്നാണ് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് ന്യൂസ് 18നോട് പങ്കുവെക്കുന്നത്. ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.